മിഡിസ്റ്റ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സൗദിയിൽ സ്വകാര്യ മേഖലയിലെ ഉന്നത തസ്തികകൾ സ്വദേശികൾക്ക് പരിമിതപ്പെടുത്തണമെന്ന് ഷൂറ കൗൺസിൽ. സൗദി ഉന്നത സഭയുടെ നിർദ്ദേശപ്രകാരം തൊഴിൽ മന്ത്രാലയം നടത്തുന്ന പഠനം കൂടുതൽ ഗുണം ചെയ്യുമെന്നും വിലയിരുത്തൽ. തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കുന്നത് അന്യായമെന്ന് സൗദി ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഷെയ്ഖ്. കച്ചവടക്കാർ ഇടപാടുകളിൽ സത്യസന്ധത പുലർത്തണം. ശരിയാത്ത നിയമങ്ങളിൽ ശിക്ഷകളും വിലക്കുകളും ഏർപ്പെടുത്തിയത് മനുഷ്യാവകാശ സംരക്ഷണത്തിനെന്നും മുഫ്തി. കുവൈത്തിൽ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങൾ വഴി വിദേശികൾക്ക് കുടുംബ സന്ദർശന വിസ അനുവദിക്കും. അപേക്ഷകളിൽ തീർപ്പു കൽപ്പിക്കാൻ സേവന കേന്ദ്ര മേധാവികൾക്ക് അധികാരം നൽകിയെന്ന് താമസകാര്യ വിഭാഗം. മിഡിസ്റ്റ് അവറിലേക്ക് വിശദമായി. സൗദി സ്വകാര്യ മേഖലയിലെ ഉന്നത തസ്തികകൾ സ്വദേശികൾക്ക് പരിമിതപ്പെടുത്തണമെന്ന് ഷൂറ കൗൺസിൽ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. സൗദി ഉന്നത സഭയുടെ നിർദ്ദേശപ്രകാരം തൊഴിൽ മന്ത്രാലയം നടത്തുന്ന പഠനം ഈ രംഗത്ത് കൂടുതൽ ഫലം ചെയ്യുമെന്നും ഷൂറ കൗൺസിൽ അംഗങ്ങൾ പ്രത്യാശ പ്രകടിപ്പിച്ചു. രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ ഉന്നത തസ്തികകൾ വിദേശികൾ കുത്തകയാക്കി വെക്കുന്ന അവസ്ഥ ഒഴിവാക്കണമെന്ന് ഷൂറ കൗൺസിൽ അംഗം ഡോക്ടർ ഫഹദ് അൽ അനസി പറഞ്ഞു. ഈ സാഹചര്യം സൗദി തൊഴിൽ മേഖലയ്ക്ക് ഭീഷണി സൃഷ്ടിക്കും. വിദേശികൾ പെട്ടെന്നൊഴിഞ്ഞു പോകുന്നത് തൊഴിൽ മേഖലയ്ക്ക് പ്രതിസന്ധി സൃഷ്ടിക്കില്ലെന്ന് ഉറപ്പുവരുത്തലാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ പഠനത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. തൊഴിൽ മേഖലയിലെ വിദേശീയാധിപത്യം ഒഴിവാക്കാൻ സ്വദേശികൾക്ക് സംവരണം ഏർപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. നിലവിൽ രാജ്യത്തെ ചില ഉദ്യോഗങ്ങളിൽ 100% ആധിപത്യവും വിദേശികൾക്കാണെന്നും ഷൂറ വിലയിരുത്തി. സൗദി വിഷൻ 2030-ന്റെയും ദേശീയ പരിവർത്തന പദ്ധതി 2020-ന്റെയും ഭാഗമായി രാജ്യത്തെ ഉയർന്ന തസ്തികകളിൽ സ്വദേശികൾ നിയമിക്കേണ്ടതുണ്ടെന്നും ഷൂറ കൗൺസിൽ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. അസർപുള്ളിയിൽ മീഡിയ 1 റിയാദ്. തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതും അവരുടെ വേതനം അന്യായമായി പിടിച്ചുവെക്കുന്നതും അക്രമവും അന്യായവുമാണെന്ന് സൗദി ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഷെയ്ഖ് പറഞ്ഞു. റിയാദിലെ ഇമാം തുർക്കി ബിൻ അബ്ദുള്ള ജുമാ മസ്ജിദിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ജുമാ ഖുത്ബയിലാണ് മുഫ്തി നിലപാട് വ്യക്തമാക്കിയത്. ജനങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്നത് സമൂഹത്തിൽ നിന്ദ്യതയ്ക്കും ദൈവത്തിന്റെ ശിക്ഷയ്ക്കും കാരണമാകും. കച്ചവടക്കാർ തങ്ങളുടെ ഇടപാടുകളിലും വിൽപ്പനയിലും സത്യസന്ധത പുലർത്തണമെന്നും മുഫ്തി പറഞ്ഞു. കുവൈത്തിൽ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങൾ വഴി വിദേശികൾക്ക് കുടുംബ സന്ദർശന വിസ അനുവദിക്കും. വിസ അപേക്ഷകളിൽ തീർപ്പു കൽപ്പിക്കാൻ സേവന കേന്ദ്ര മേധാവികൾക്ക് അധികാരം നൽകിയതായി താമസകാര്യ വിഭാഗം മേധാവി മേജർ ജനറൽ തലാൽ അൽ മാറഫി അറിയിച്ചു. ഓരോ ഗവർണറേറ്റിലെയും താമസകാര്യ ഓഫീസിൽ നിന്നാണ് അതത് ഗവർണറേറ്റ് പരിധിയിൽ താമസിക്കുന്ന വിദേശികൾക്ക് കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിനായി സന്ദർശന വിസ അനുവദിക്കുന്നത്. ഇനി മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളിൽ കൂടി വിസ അപേക്ഷകൾ സ്വീകരിക്കും. അപേക്ഷകന് 200 ദിനാറിന് മുകളിൽ ശമ്പളമുണ്ടെങ്കിൽ ഭാര്യ, മക്കൾ എന്നിവർക്കുള്ള 3 മാസത്തെ സന്ദർശന വിസയും, 500 ദിനാറിന് മുകളിൽ ശമ്പളമുണ്ടെങ്കിൽ മാതാപിതാക്കൾ, സഹോദരങ്ങൾ എന്നിവർക്കുള്ള 1 മാസത്തെ സന്ദർശന വിസയും അനുവദിക്കാനാണ് സേവന കേന്ദ്ര മേധാവികൾക്ക് അധികാരം നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം വിസ ഓണറൈവൽ ലിസ്റ്റിലുള്ള 52 രാജ്യങ്ങളിലെയും യൂറോപ്യൻ യൂണിയനിലെയും പൗരന്മാർക്ക് വാണിജ്യ സന്ദർശന വിസ അനുവദിക്കുന്നതിനും സേവന കേന്ദ്ര മേധാവികളെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം താമസകാര്യ ഡയറക്ടർമാർക്ക് മാത്രമായിരിക്കും. മീഡിയ 1 കുവൈത്ത്. കുവൈത്തിൽ മുന്നറിയിപ്പ് അവഗണിച്ച് പൊതുനിരത്തുകളിൽ ഡെസേർട്ട് ബൈക്ക് ഓടിച്ച നിരവധി പേർക്കെതിരെ ട്രാഫിക് പോലീസ് കേസെടുത്തു. 51 ബൈക്കുകൾ പിടികൂടി. ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ സുലൈമാൻ ഫഹദ് അൽ ഫഹദിന്റെ നിർദ്ദേശപ്രകാരം നടന്ന പരിശോധനാ ക്യാമ്പയിനിലാണ് നിയമലംഘനങ്ങൾ പിടികൂടിയത്. ബൈക്കുകൾ പൊതുനിരത്തിൽ ഓടിച്ചതിന്റെ പേരിൽ പിടിയിലായ കുട്ടികളെ ജുവനൈൽ കേന്ദ്രത്തിലേക്കും പിടികൂടിയ ബൈക്കുകൾ ട്രാഫിക് വിഭാഗത്തിന്റെ ഗ്യാരേജുകളിലേക്കും മാറ്റിയതായി പോലീസ് അറിയിച്ചു. വരും ദിവസങ്ങളിലും റെയ്ഡ് ശക്തമായി തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. മറ്റു വാഹനങ്ങൾക്കും കാൽനടക്കാർക്കും സുരക്ഷ ഏർപ്പെടുത്താൻ ആഭ്യന്തര മന്ത്രാലയം പ്രതിജ്ഞാബദ്ധമാണെന്ന് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് മേധാവി മേജർ ജനറൽ ഫഹദ് അൽ ഷൂയ പറഞ്ഞു. സ്വദേശി വിദേശി വ്യത്യാസമില്ലാതെ നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകും. മക്കൾ ഇത്തരം ബൈക്കുകളുമായി നിരോധിത മേഖലയിൽ പ്രവേശിക്കുന്നത് തടയേണ്ട ബാധ്യത രക്ഷിതാക്കൾക്കുണ്ട്. അല്ലാത്തപക്ഷം കുട്ടികൾ നടത്തിയ നിയമലംഘനത്തിന് രക്ഷിതാക്കൾ നടപടി നേരിടേണ്ടി വരുമെന്നും ട്രാഫിക് മേധാവി മുന്നറിയിപ്പ് നൽകി. അപകടങ്ങളുണ്ടാക്കുന്നുവെന്നും ഗതാഗത തടസ്സമുണ്ടാക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി നവംബർ 9 മുതലാണ് അധികൃതർ പൊതുനിരത്തുകളിൽ ഡെസേർട്ട് ബൈക്കുകൾ നിരോധിച്ചത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സൗദിയുടെ വളർച്ചയിൽ ആസൂത്രണത്തിനും ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയ്ക്കുമാണ് മുഖ്യ പങ്കെന്ന് ഊർജ്ജ മന്ത്രി ഖാലിദ് അൽ ഫാലിഹ് പറഞ്ഞു. സൗദി ബേസിക് ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ ജുബൈലിൽ നടന്ന 12ാമത് സാബിക് ടെക്നിക്കൽ കോൺഫറൻസിലായിരുന്നു പ്രതികരണം. വ്യവസായങ്ങളെ ശക്തമാക്കുകയും നൂതനവും ആധുനികവുമായ സംരംഭങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നതിനൊപ്പം
ഇറക്കുമതി ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കാൻ നടപടിയെടുക്കുകയും ചെയ്യും. സാമ്പത്തികവും വ്യാവസായികവുമായ സാബിക്കിന്റെ വളർച്ചയ്ക്ക് എണ്ണ അനുബന്ധ ഉൽപ്പന്നങ്ങൾ, ഖനനം എന്നീ 3 കാര്യങ്ങൾക്കാണ് മുഖ്യസ്ഥാനമുള്ളത്. ഇവ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുകയും വ്യവസായ സംരംഭങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഏറ്റവും ആധുനികമായ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നതിൽ രാജ്യത്തെ പെട്രോ കെമിക്കൽ കമ്പനികളിൽ സാബിക് 1ാം സ്ഥാനത്താണെന്ന് കിഴക്കൻ പ്രവിശ്യ ഗവർണർ അമീർ സൗദ് ബിൻ നായിഫ് പറഞ്ഞു. സാങ്കേതികവിദ്യയുടെ ക്രിയാത്മകവും പ്രത്യുൽപ്പന്നപരവുമായ ഉപയോഗം സാബിക്കിനെ ലോകത്തിന്റെ 4ാമത്തെ പെട്രോ കെമിക്കൽ കമ്പനിയെ ഉയർത്തിയിട്ടുണ്ട്. അരാംകോയുമായി ചേർന്ന് സാബിക് പുതിയ ചുവടുവയ്പ്പുകൾ ആരംഭിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 3 ദിവസമായി നടന്ന പരിപാടിയിൽ സൗദിക്കകത്തും പുറത്തുനിന്നുള്ള വിവിധ കമ്പനി ഉദ്യോഗസ്ഥർ, ശാസ്ത്രജ്ഞർ, ഗവേഷകർ, രസതന്ത്രജ്ഞർ, സാങ്കേതിക വിദഗ്ധർ, എഞ്ചിനീയർമാർ തുടങ്ങിയവർ അവരുടെ സാങ്കേതിക ജ്ഞാനവും ഉൽപ്പന്നങ്ങളും പരിചയപ്പെടുത്തി. 36 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 365 ആഗോള കമ്പനികൾ പങ്കെടുത്ത പ്രദർശനം കാണാൻ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് സന്ദർശകരെത്തി. മീഡിയ 1 ദമാം. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ സഹോദരൻ അമീർ തുർക്കി ബിൻ അബ്ദുൽ അസീസ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ശനിയാഴ്ച രാവിലെ റിയാദിലായിരുന്നു അന്ത്യം. ദീരയിലെ ഇമാം തുർക്കി ബിൻ അബ്ദുള്ള ജുമാ മസ്ജിദിൽ വൈകിട്ട് നടന്ന ജനാസ നമസ്കാരത്തിൽ സൽമാൻ രാജാവ് ഉൾപ്പെടെ രാജകുടുംബത്തിലെയും ഭരണതലത്തിലെയും നയതന്ത്ര മേഖലയിലെയും പ്രമുഖർ പങ്കെടുത്തു. അനുശോചകരെയും സ്വദേശി വിദേശി സംഘങ്ങളെയും സൽമാൻ രാജാവ് അൽ യമാമ കൊട്ടാരത്തിൽ അടുത്ത 3 ദിവസം സ്വീകരിക്കുമെന്നും റോയൽ കോർട്ട് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കി. പിതാവിന്റെ സമ്മതമില്ലാതെ അദ്ദേഹത്തിന്റെ മകളുമായുള്ള ലബനാൻ യുവാവിന്റെ വിവാഹം സാധുവല്ലെന്ന് അബുദാബി ഫെഡറൽ സുപ്രീം കോടതി. യുവതിയും യുവാവും ലബനാനിൽ പോയി യുവതിയുടെ കുടുംബത്തിന്റെ അനുമതിയില്ലാതെ വിവാഹിതരാവുകയായിരുന്നുവെന്ന് കോടതി രേഖകൾ പറയുന്നു. താൻ അറിയാതെ മകളെ കടത്തുകയായിരുന്നുവെന്ന് പിതാവ് കോടതിയിൽ പറഞ്ഞു. ഖത്തറിൽ നിലവിൽ വരാനിരിക്കുന്ന തൊഴിൽ നിയമം കാതലായ മാറ്റങ്ങളോടെയായിരിക്കുമെന്ന് നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് നിസാർ കൊച്ചേരി പറഞ്ഞു. ദോഹയിൽ യൂത്ത് ഫോറത്തിന്റെ കരിയർ അസിസ്റ്റന്റ് വിഭാഗമായ കെയർ സംഘടിപ്പിച്ച ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വർഷം ഡിസംബർ 14 മുതൽ ഖത്തറിൽ പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് നിയമത്തിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാനും സംശയ ദൂരീകരണത്തിനുമായി യൂത്ത് ഫോറം കരിയർ അസിസ്റ്റന്റ് വിഭാഗമായ കെയർ ദോഹ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചത്. FCC ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് നിസാർ കൊച്ചേരി പുതിയ നിയമത്തിന്റെ വിവിധ വശങ്ങൾ അവതരിപ്പിച്ചു. തൊഴിൽ കരാറുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി. പുറത്തുവരുന്ന വാർത്തകളിലെ അവ്യക്തത നീങ്ങാൻ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. പുതിയ നിയമത്തിന്റെ പൂർണ്ണ വിശദാംശങ്ങൾ പുറത്തുവന്നാൽ മാത്രമേ തൊഴിൽ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കാവൂ എന്ന് അദ്ദേഹം പ്രവാസികളെ ഉണർത്തി. കെയർ ദോഹ സംഘടിപ്പിച്ചു വരുന്ന കരിയർ കഫേയുടെ പ്രതിമാസ ടോക്ക് സീരീസിന്റെ ഭാഗമായാണ് പരിപാടി നടന്നത്. കെയർ ഡയറക്ടർ മുനീർ ജലാലുദ്ദീൻ, സെൻട്രൽ കോർഡിനേറ്റർ മുബാറക് മുഹമ്മദ്, പ്രോഗ്രാം കോർഡിനേറ്റർ റഹീസ് ഹമീദുദ്ദീൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മീഡിയ 1 ദോഹ. മസ്കത്ത് ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടെ 100ലെ ഇന്ത്യൻ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. സൂർ ക്ലബിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അംബാസഡർ ഇന്ദ്രമണി പാണ്ഡെ പ്രവാസി ഇന്ത്യക്കാരുടെ നിരവധി പരാതികൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു. പരിപാടിയുടെ ഭാഗമായി പാസ്പോർട്ട് അപേക്ഷകൾ, കോൺസുലാർ അറ്റസ്റ്റേഷൻ തുടങ്ങിയ സൗജന്യ സേവനങ്ങൾ സംഘടിപ്പിച്ചു. പരിപാടിയിൽ മലയാളികൾക്കായി ഒരുക്കിയ നോർക്ക തിരിച്ചറിയൽ കാർഡിനായുള്ള രജിസ്ട്രേഷൻ 1000ഓളം പേർ ഉപയോഗപ്പെടുത്തി. ഷാർജ ബുക്ക് ഫെയറിന് സമാപനം. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വേദിയായി മീഡിയ 1ന്റെ യു ആർ ഓൺ എയർ വാർത്താ വായന മത്സരം മാറി. ദിവസവും 100ലേറെ വിദ്യാർത്ഥികളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാനായി എത്തിയത്. മേളയിലെ ഏറ്റവും തിരക്കേറിയ പവലിയനും ഈ മത്സരവേദിയായിരുന്നു. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിലെ വേറിട്ടൊരു കാഴ്ചയും മത്സരവുമാകാൻ മീഡിയ 1ന്റെ യു ആർ ഓൺ എയർ വാർത്താ വായന മത്സരത്തിന് കഴിഞ്ഞു. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വാർത്ത വായിക്കുവാനും അതെങ്ങനെയാണെന്ന് വായിക്കുന്നതും കാണാനും. വിദ്യാർത്ഥികളെ മത്സരത്തിന്റെ വേദിയിലെത്തിക്കാൻ സ്കൂളുകളും രക്ഷിതാക്കളും മത്സരിച്ചപ്പോൾ അകലെയുള്ള എമിറേറ്റുകളിൽ നിന്നുവരെ കുട്ടികൾ ന്യൂസ് റീഡറുടെ സീറ്റിലെത്തി. ഇത് TV കണ്ടതോടെ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറെ പങ്കെടുത്തു. പിന്നെ അപ്പോൾ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞാണ് എനിക്ക് പെട്ടെന്ന് വരാൻ. ഉച്ചാരണ ശുദ്ധിയോടെ മലയാളം വായിക്കാനും വാർത്ത അവതരിപ്പിക്കാനും കഴിയുന്ന കുട്ടികൾ ഗൾഫിൽ കുറവായിരിക്കുമെന്ന ധാരണകളെ തകിടം മറിക്കുന്നതായിരുന്നു മത്സരത്തിലെ പങ്കാളിത്തം. വാർത്താ അവതരണത്തിന്റെ നാളെയുടെ വാഗ്ദാനങ്ങളിൽ ചിലരെ കണ്ടെത്താനും ഈ മത്സരത്തിന് കഴിഞ്ഞു. ഓൺലൈൻ വിപണന രംഗത്തെ പ്രമുഖരായ Trobon.com ആയിരുന്നു മത്സരത്തിന്റെ പ്രായോജകർ. യു ആർ ഓൺ എയർ മീഡിയ 1 എന്ന യൂട്യൂബ് ചാനലിൽ മത്സരത്തിന്റെ ദൃശ്യങ്ങൾ ഇനി കാണാനാകും.
പ്രധാന വാർത്തകൾ. മീഡിയ 1 ഷാർജ. പിണറായി വിജയന് കേരളത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഭാവിയിൽ ഒരു പാർട്ടിക്കും വോട്ട് ചെയ്യില്ലെന്ന് പ്രമുഖ എഴുത്തുകാരൻ എം മുകുന്ദൻ. പദവിക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ VSനെ പൊതുസമൂഹത്തിൽ വല്ലാതെ ചെറുതാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ നന്നാക്കാനുള്ള അവസാന ചാൻസാണിതെന്നും അതിൽ പിണറായി വിജയൻ പരാജയപ്പെട്ടാൽ എല്ലാ പ്രതീക്ഷയും തകർക്കപ്പെടുമെന്നും മുകുന്ദൻ അഭിപ്രായപ്പെട്ടു. ഷാർജ പുസ്തകമേളക്കെത്തിയ മുകുന്ദൻ മീഡിയ 1നോടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പിണറായി വിജയന് കേരളത്തെ നന്നാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളം ഒരിക്കലും ഇനി നന്നാവില്ല. എൻ്റെ നിലപാടതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് രാഷ്ട്രീയം ഉണ്ടാവില്ല. ഞാൻ ആരും ഒരു പാർട്ടിക്കും വോട്ട് ചെയ്യില്ല. ഇത് അവസാന ചാൻസാണ്. പ്രശ്നങ്ങൾ ചിലതൊക്കെയുണ്ട്, എങ്കിലും അത് മറികടക്കാൻ പിണറായിക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. അതേസമയം നെൽസൺ മണ്ഡലയെ പോലെ അധികാരത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള മാന്യതയായിരുന്നു VS അച്യുതാനന്ദൻ പുലർത്തേണ്ടിയിരുന്നതെന്ന് മുകുന്ദൻ പറഞ്ഞു. എനിക്ക് പ്രായമായി, ഞാനതുകൊണ്ട് പിന്മാറുകയാണ്. ഞാനിനി മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി അവരെ കൂടെ നിൽക്കും. പക്ഷേ ഞാൻ സ്ഥാനമൊഴിയുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ നേതാവാകുമായിരുന്നു. അതാണ് ആ ഒരു തിരിച്ചറിവാണ് P സുരേന്ദ്രനെ കൊണ്ട് നോവൽ പിൻവലിപ്പിക്കുന്നത്. VSനെ കേന്ദ്ര കഥാപാത്രമാക്കിയുള്ള P സുരേന്ദ്രന്റെ നോവൽ വിപണിയിൽ നിന്ന് പിൻവലിച്ച നടപടിയെയും മുകുന്ദൻ പിന്തുണയ്ക്കാൻ മറന്നില്ല. ക്യാമറ പേഴ്സൺ ബിനു S കൊട്ടാരക്കരയ്ക്കൊപ്പം MCA നാസർ, മീഡിയ 1 ഷാർജ. വാർത്തകളിലേക്ക് വീണ്ടും. സമാധാനം മാനവികത എന്ന തലക്കെട്ടിൽ തനിമ ഒമാൻ സംഘടിപ്പിക്കുന്ന സൗഹൃദ ക്യാമ്പയിന്റെ പ്രഖ്യാപനം മസ്കത്തിലെ അൽ ഖുവൈർ ഫുഡ്ലാൻഡ് റെസ്റ്റോറന്റിൽ നടന്നു. ഈ മാസം 25 വരെയാണ് ക്യാമ്പയിൻ നടക്കുക. ക്യാമ്പയിനോടനുബന്ധിച്ച് ഫ്ളാറ്റ് മീറ്റുകൾ, കുടുംബ കൂട്ടായ്മകൾ, സൗഹൃദ സംഗമങ്ങൾ തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ക്യാമ്പയിൻ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നടന്ന സമ്മേളനത്തിൽ സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവർ പങ്കെടുത്തു. തനിമ ഒമാൻ രക്ഷാധികാരി മുനീർ വരന്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ലോകത്തിനു മുമ്പിൽ ഇന്ത്യയുടെ അഹങ്കാരമായിരുന്ന ബഹുസ്വരത കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇന്ത്യക്ക് നഷ്ടപ്പെടുകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയ നേട്ടങ്ങൾ ലക്ഷ്യമിട്ട് കൊച്ചു സംഭവങ്ങളെ പെരുപ്പിച്ച് ഭീതിയും വെറുപ്പും പടർത്തി നേട്ടം കൊയ്യുകയാണെന്ന് തനിമ കേന്ദ്ര കമ്മിറ്റി അംഗം ഫസൽ കതിരൂർ അഭിപ്രായപ്പെട്ടു. VM അബ്ദുറഹീം സ്വാഗതവും സാജിദ് റഹ്മാൻ നന്ദിയും പറഞ്ഞു. സമാധാനം മാനവികത ക്യാമ്പയിനോടനുബന്ധിച്ച് തനിമ സാംസ്കാരിക വേദി ജിദ്ദയിൽ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളുടെ ചർച്ച സംഘടിപ്പിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ ഇസ്മായിൽ കല്ലായി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ പോലും സമാധാനവും മാനവികതയും ദിനേന കശാപ്പ് ചെയ്യപ്പെടുന്നതായും സോഷ്യൽ മീഡിയയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും വേദിയാകുന്നതെന്നത് സങ്കടകരമാണെന്നും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ബഷീർ വള്ളിക്കുന്ന് അഭിപ്രായപ്പെട്ടു. ഷെരീഫ് സാഗർ, അരുവി മോങ്ങം, ഉസ്മാൻ ഇരിങ്ങാട്ടിരി, അബ്ദുള്ള മുക്കണ്ണി, നാസർ വേങ്ങര തുടങ്ങിയവർ ചർച്ചയിൽ സംസാരിച്ചു. ഉമർ ഫാറൂഖ് വിഷയം അവതരിപ്പിച്ചു. മെഹബൂബ് അലി പത്തപ്പിരിയം ചർച്ച നിയന്ത്രിച്ചു. പ്രവാസികൾക്ക് നോർക്ക തിരിച്ചറിയൽ കാർഡ് എടുക്കുന്നതിനും പ്രവാസി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ദമാമിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാൻഡ്മാർട്ട് ഹൈപ്പർ മാർക്കറ്റിൽ ആരംഭിച്ച ഡെസ്കിന്റെ പ്രവർത്തനം ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. അഷ്റഫ് കുറ്റ്യാടി, അജീബ് കരീം, ബിജു പൂതക്കുളം, അനൂപ് കുര്യൻ, നിയാസ് കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. പൂരിപ്പിച്ച അപേക്ഷാ ഫോമിന് പുറമെ വിസ പേജ് ഉൾപ്പെടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പാസ്പോർട്ട് കോപ്പി, ഇഖാമ കോപ്പി, 2 ഫോട്ടോകൾ എന്നിവയാണ് നോർക്ക കാർഡിന് ആവശ്യമായ രേഖകൾ. ഖത്തറിലെ സംസ്കൃതി കലാ സാംസ്കാരിക കേന്ദ്രം പ്രവാസി എഴുത്തുകാർക്കായി ഏർപ്പെടുത്തിയ 2016 സംസ്കൃതി CV ശ്രീരാമൻ സാഹിത്യ പുരസ്കാരത്തിന് സബീന M സാലിയെ തെരഞ്ഞെടുത്തതായി സംസ്കൃതി ഭാരവാഹികൾ ദോഹയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മയിൽ ചിറകുള്ള മാലാഖ അഥവാ മലക് താവൂസ് എന്ന ചെറുകഥ അവാർഡിന് അർഹമായത്. ആലുവ സ്വദേശിയായ കുവൈത്തിലെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് കുവൈത്ത് ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ദജീജ് ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് ക്യാമ്പ് നടത്തിയത്. മലബാർ ഗോൾഡിലെ 50 ജീവനക്കാരടക്കം 150ഓളം പേർ രക്തം ദാനം ചെയ്തു. രക്തദാനത്തിന്റെ മഹത്വവും പ്രാധാന്യവും പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി നടത്തിയതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിഖ്യാത കഥാപാത്രങ്ങളെ അരങ്ങിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഖത്തറിലെ ഒരു കൂട്ടം പ്രവാസി കലാകാരന്മാർ. സംസ്കൃതി ഖത്തറിന്റെ ബാനറിൽ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന ദൃശ്യാവിഷ്കാരം ഈ മാസം 17-ന് ദോഹയിൽ അരങ്ങേറും.
മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന ബഷീർ കഥയിലെ മുഖ്യ കഥാപാത്രങ്ങളായ ഒറ്റക്കണ്ണൻ പോക്കരും മണ്ടൻ മുത്തപ്പയും സൈനബയും കൂടാതെ വൈക്കം മുഹമ്മദ് ബഷീർ വിവിധ കഥകളിലൂടെ പരിചയപ്പെടുത്തിയ 20-ലധികം കഥാപാത്രങ്ങളാണ് ഖത്തർ പ്രവാസികൾ ഒരുക്കുന്ന ഈ ദൃശ്യാവിഷ്കാരത്തിൽ അരങ്ങിലെത്തുക. ഗണേഷ് ബാബു മയ്യിൽ സംവിധാനം ചെയ്യുന്ന നാടകാവിഷ്കാരത്തിൽ 5 സ്ത്രീകൾ ഉൾപ്പെടെ 40ഓളം കലാകാരന്മാർ അഭിനേതാക്കളായി എത്തും. ഈ ബഷീറിന്റെ മുച്ചിട്ടളിക്കാരന്റെ മകൾ എന്നതിൽ ഒറ്റക്കണ്ണം പോക്കർ, സൈനബ, മണ്ടമുത്തപ്പ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ളത്. ഈ നാടകത്തിൽ ഞങ്ങൾ ബഷീറിന്റെ മറ്റ് കഥകളിലുള്ള കഥാപാത്രങ്ങളെ കൂടി ഈ നാടകത്തിൽ കൊണ്ടുവരുന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ബാല്യകാല സഖി, പാത്തുമ്മാന്റെ ആട്, പ്രേമലേഖനം, പൂവൻ പഴം തുടങ്ങിയ ബഷീർ കഥകളിലെ വിവിധ സന്ദർഭങ്ങൾ മുച്ചീട്ട് കളിക്കാരന്റെ മകളിലൂടെ അരങ്ങിലെത്തിക്കാനാണ് ഖത്തർ പ്രവാസികളായ ഈ നാടകപ്രേമികളുടെ ശ്രമം. ബഷീറിന്റെ എന്തൊക്കെ ഡയലോഗുകൾ അദ്ദേഹം സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ലതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ ഡയലോഗുകളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. സംസ്കൃതി ഖത്തറിന്റെ CV ശ്രീരാമൻ സാഹിത്യ പുരസ്കാരദാന ചടങ്ങിൽ ഈ മാസം 17-ന് ദോഹയിലെ ICC അശോക ഹാളിലാണ് നാടകം അരങ്ങേറുന്നത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. ജിദ്ദ പ്രവാസികളുടെ ജീവിതാനുഭവങ്ങൾ നർമ്മത്തിൽ ചാലിച്ച് മാധ്യമപ്രവർത്തകൻ M. അഷ്റഫ് രചിച്ച പുസ്തകം മൽബു കഥകൾ പ്രകാശനം ചെയ്തു. ബുക്ക്ബറി ഇന്ത്യ പ്രസിദ്ധീകരിച്ച 30 കഥകളുടെ സമാഹാരം മലയാളം ന്യൂസ് എഡിറ്റർ CK ഹസൻ കോയ കഥാകൃത്ത് റുബീന നിവാസിന് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. അരങ്ങ് കലാസാഹിത്യവേദി സംഘടിപ്പിച്ച ചടങ്ങിൽ ഗോപി നെടുങ്ങാടി പുസ്തകം പരിചയപ്പെടുത്തി. സന്ദർശകരുടെ എണ്ണം വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയുടെ വേദി മാറ്റുന്നു. UAE-യിലെ എല്ലായിടത്തു നിന്നും എളുപ്പത്തിലെത്താവുന്ന സ്ഥലത്താവും അടുത്ത വർഷങ്ങളിൽ മേള സംഘടിപ്പിക്കുകയെന്ന് മേളയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് വിഭാഗം ഉദ്യോഗസ്ഥൻ മോഹൻകുമാർ മീഡിയ 1-നോട് പറഞ്ഞു. പ്ലാൻ ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ അടുത്ത വർഷം അല്ലെങ്കിൽ അതിനടുത്ത വർഷം പുതിയൊരു വെന്യൂവിലേക്ക് മാറാനാണ്. എമിറേറ്റ്സ് റോഡിൽ ദുബായിൽ നിന്നും അജ്മാനിൽ നിന്നും ഷാർജയിൽ നിന്നും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലേക്ക് ഷാർജ പുസ്തകമേളയെ മാറ്റി സ്ഥാപിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്ലാനാണ്. ഇപ്പോൾ അത് അടുത്ത വർഷം സാധിക്കുമെന്ന് അറിയില്ല. ഓൾറെഡി നമ്മൾ സൈറ്റ് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത വർഷം ഞങ്ങൾ എന്തായാലും മാറിയിരിക്കും. കാരണം എന്നാൽ മാത്രം. ഇതോടെ മിഡ് ഈസ്റ്റ് എഡിഷൻ പൂർണ്ണമാവുകയാണ്. ഇനി സ്പെഷ്യൽ എഡിഷൻ പുനഃസംപ്രേഷണം കാണാം.